എല്ലാവർക്കും നമസ്കാരം. ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററിയുടെ PYQ ആണ്. NTPC ബേസ് ചെയ്തിട്ട് NTPCയുടെ കുറച്ച് PYQs ആണ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും മോഡേൺ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ PYQ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടോപ്പിക്സിനെ കുറിച്ച് അറിയുന്നതും കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാവുന്നതും ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ എന്താണെന്നൊക്കെ അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷ ഹാളിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ഉള്ള ആൻസർ ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കൂടുതൽ നിങ്ങൾ PYQs എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നെല്ലാം എടുക്കുക, ചെയ്യുക, പിന്നെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോർഷൻ അറിയില്ല എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്ത ഏത് നോട്ട് കിട്ടും അതെടുത്ത് വെച്ച് പഠിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആക്കി പോകുന്നത് ഒരു സ്മാർട്ട് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ആണെന്ന് ഞാൻ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. അപ്പൊ PYQs ചെയ്യുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് എക്സാമിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി. അതൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് PYQ ഇങ്ങനെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം, കൂടുതൽ ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് GK സെഷൻ ഒക്കെ വൈഡ് ആണ് അല്ലെ. അപ്പൊ ഏത് പോർഷൻ എവിടുന്ന് പഠിക്കണമെന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ മാത്സും മെന്റൽ എബിലിറ്റിയും നല്ല വൃത്തിയായിട്ട് പഠിച്ചു. ബാക്കി GK സെക്ഷൻ, സയൻസും ഒരുവിധം നിങ്ങളുടെ ടോപ്പിക്ക് ഫുള്ള് പഠിക്കുക. ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി, സ്റ്റാറ്റിക് GK, അതുപോലെ തന്നെ എക്കണോമിക്സ് പോർഷൻസ് ഒക്കെ നിങ്ങൾ ഒത്തിരി PYQs ചെയ്താണ് ആ ടോപ്പിക്കിലേക്ക് എത്തേണ്ടത് കേട്ടോ. നമുക്ക് ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഉഷാറായിട്ട് പഠിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൂന പാക്ട് വാസ് സൈൻഡ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് അടുത്ത ആരുമായിട്ടാണെന്നാണ്. പൂന പാക്ട് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. പൂന പാക്ടിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പൂന പാക്ട് ആരൊക്കെ തമ്മിലാണെന്ന്. ഓപ്ഷനിൽ മുഹമ്മദ് അലി ജിന്നയുണ്ട്, ലോർഡ് ഇർവിൻ ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, BR അംബേദ്കർ ഉണ്ട് അല്ലെ. പൂന പാക്ട് വാസ് സൈൻഡ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് ആരാണ്, കൂടെ ആരാണ്? ഒരുപാട് പേർക്കും ആൻസർ അറിയായിരിക്കും അല്ലെ. പൂന പാക്ട് ആരൊക്കെ തമ്മിലാണ്? പൂന പാക്ട് മഹാത്മാഗാന്ധിയും BR അംബേദ്കറും കൂടിയാണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, മഹാത്മാഗാന്ധിയും BR അംബേദ്കറും കൂടിയാണ് പൂന പാക്ട് സൈൻ ചെയ്യുന്നത്. അപ്പം പൂന പാക്ട് അല്ലെങ്കിൽ പൂന എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്നാണ് സൈൻ ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1932 കേട്ടോ. 1932 24th സെപ്റ്റംബർ 1932 പൂന പാക്ട് സൈൻ ചെയ്യുന്നത്. അത് പൂന പാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് മഹാത്മാഗാന്ധി ജയിലിലാണ്, യർവാദ സെൻട്രൽ ജയിലിലാണ്. പൂനെയിലെ യർവാദ ജയിലില് അദ്ദേഹം അറസ്റ്റിലാണ്. ആ സമയത്താണ് പൂന പാക്ട് എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. നമ്മുടെ BR അംബേദ്കർ, മഹാത്മാഗാന്ധി എന്തിന്റെ ബേസിസിലാ? റിസർവേഷൻ ഓഫ് ഇലക്ടറൽ സീറ്റ് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസസ്. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ലെജിസ്ലേച്ചറിൽ എന്ത് ചെയ്യണം, ലെജിസ്ലേറ്ററിൽ നമ്മുടെ ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് റിസർവേഷൻ, ഇലക്ട്രൽ സീറ്റിൽ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പൂന പാക്ട് സൈൻ ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ രണ്ടെണ്ണമാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന്, ആരൊക്കെ തമ്മിലാണ് പൂന പാക്ട് സൈൻ ചെയ്യുന്നത്. ഒന്ന് എന്താണ് ആൻസർ, എന്താ? മഹാത്മാഗാന്ധിയും BR അംബേദ്കറും കൂടിയാണ് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൂന പാക്ട് എന്നാണ് സൈൻ ചെയ്യുന്നതാണ് പഠിക്കുന്നത്. 1932 സെപ്റ്റംബർ 24 ആണ്. 1932 സെപ്റ്റംബർ 24 ഇനി എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ വെച്ചാണെന്ന് പറയും? പൂനെയിൽ. എന്തായാലും പൂന പാക്ട് പൂനെയിൽ വെച്ചാണല്ലോ അല്ലെ. പൂനെയിലെ യർവാദ സെൻട്രൽ ജയിലിലാണ്. യർവാദ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് പൂന പാക്ട് സൈൻ ചെയ്യുന്നത്. ഈ 3 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക അല്ലോ ഈ ക്വസ്റ്റിനെ പറ്റി. എന്താ? റിസർവേഷൻ ഓഫ് ഇലക്ട്രൽ സീറ്റ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇവർ തമ്മിലൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നു. മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നില്ല അംബേദ്കറിന്റെ ആശയം. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ പൂന പാക്ട് സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിൽ അതിനെപ്പറ്റി വിശദമായിട്ട് ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പൂന പാക്ട് ഒക്കെ നന്നായിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ 3 പോയിന്റ് പഠിച്ചോക്കെ. ഏതൊക്കെയാ? 1932 സെപ്റ്റംബർ 24 സൈൻ ചെയ്യുന്നു. മഹാത്മാഗാന്ധിയും BR അംബേദ്കറും കൂടിയാണ് സൈൻ ചെയ്യുന്നത് പൂന എഗ്രിമെന്റ്. പൂന
പൂന പാക്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. എവിടെ വെച്ചാണ്? പൂനെയിലെ യർവാദ ജയിലിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസർവേഷൻ ഓഫ് ഇലക്ട്രൽ സീറ്റ് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസസ് ആണ് വിഷയം. അപ്പൊ അത്രയും ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കാമല്ലോ. പൂന പാക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഇൻസിഡന്റ് പ്രോംപ്റ്റഡ് മഹാത്മാഗാന്ധി ടു എൻഡ് ഹിസ് നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ ഇൻ ഫെബ്രുവരി 1922? അപ്പൊ 1922 ഏത് ഇൻസിഡന്റ് ആണ് മഹാത്മാഗാന്ധിയുടെ നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ. ഓപ്ഷനിൽ റൗലറ്റ് ആക്ട് എൻഡോഴ്സ്മെന്റ് ഉണ്ട്, ചൗരി ചൗര ഇൻസിഡന്റ് ഉണ്ട്, ജാലിയൻ വാലാബാഗ് മസാക്കർ ഉണ്ട്, ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ട്. ഇത്രയാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. റൗലറ്റ് ആക്ട്, ചൗരി ചൗര, ജാലിയൻ വാലാബാഗ്, ഖിലാഫത്ത്. അപ്പൊ ഇത്രയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. എന്താ? ചൗരി ചൗര ഇൻസിഡന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. അപ്പൊ ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മള് ഉത്തർപ്രദേശില് ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തകര് ഉത്തർപ്രദേശിൽ 1922 ഫെബ്രുവരി 5 ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22 പോലീസുകാരെ ജീവനോടെ കൊല്ലപ്പെടുകയും ചെയ്യും. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോ വിച്ച് ഇൻസിഡന്റ് പ്രോംപ്റ്റഡ് മഹാത്മാഗാന്ധി ടു എൻഡ് ഹിസ് നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ ഇൻ ഫെബ്രുവരി 1922 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഇല്ലേ അവിടെ. ആ ഒരു 1922 നിങ്ങൾക്ക് അതിന്റെ കൂടെ കാണാൻ പഠിച്ചൂടെ? എന്നാണ് ചൗരി ചൗര ഇൻസിഡന്റ് നടന്നതെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 5, 1922 എവിടെയാണ് ചൗരി ചൗര എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്തായിരുന്നു ഈ ഇൻസിഡന്റ് എന്ന് പറയുന്നത്? ഈ നോൺ കോർപ്പറേഷൻ അജിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രവർത്തകര് എന്ത് ചെയ്യുന്നു? 22 പോലീസുകാരോളം കൊല്ലപ്പെടുകയാണ്. പോലീസ് സ്റ്റേഷൻ തീ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചൗരി ചൗര ഇൻസിഡന്റ്. ഇനി ഒരു നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുക. ഏതിന് ശേഷമാണ് ഇദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം 1919 ഏപ്രിൽ 13 നടക്കുന്ന സംഭവമാണ്. ഏപ്രിൽ 13 പഞ്ചാബിൽ നടക്കുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതിന് റീസൺ ആയിട്ട് വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ റീസൺ എന്താന്ന് ചോദിച്ചാൽ റൗലറ്റ് ആക്ട് എൻഡോഴ്സ്മെന്റ് ആണ്. 1919 നിലവിൽ വരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു ആക്ട് ആണ് റൗലറ്റ് ആക്ട്. ഈ നിയമപ്രകാരം എന്താണ്? ഇന്ത്യക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, തടങ്കലിൽ വെക്കാം, അവരെ വിചാരണ നടത്താം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ആക്ട് ആണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പഞ്ചാബില് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മൈതാനത്ത്, ഒരു ഓപ്പണിംഗ് മാത്രമുള്ള ഒരു മൈതാനത്ത് കുറെ പ്രവർത്തകർ എന്ത് ചെയ്യുന്നു? അവര് സംഘടിക്കുന്നു. അപ്പൊ ഈ ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമുള്ള മൈതാനത്തിന്റെ ആ ഒരു ഓപ്പണിംഗിൽ വന്നിരുന്ന് എന്താ ബ്രിട്ടീഷുകാർ വെടിവെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതിനെയാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നറിയപ്പെടുന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിസ്സഹകരണ സമരം അല്ലെ. നമ്മൾ ഗാന്ധിജി നമുക്ക് 3 എന്താണ് നാഷണൽ എന്താണ് ദേശീയ സമരങ്ങളാണ് നമുക്ക് 3 എണ്ണമാണ് ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് 1920-21 സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന നോൺ കോർപ്പറേഷൻ മൂവ്മെന്റും അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ്, പിന്നെ ക്വിറ്റ് ഇന്ത്യ. ഇത് ഇത്രയാണ് നമ്മൾ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഏതെന്ന് പറയുന്നത് ദേശീയ സമരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ക്വിറ്റ് ഇന്ത്യയും അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയന്റും അതുപോലെ എന്താ നമ്മുടെ നോൺ കോർപ്പറേഷൻ അജിറ്റേഷനും. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി ഇപ്പൊ പഠിച്ചേ? നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ,
സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ ഏതാന്ന് ചോദിച്ചു. ചൗരി ചൗരയാണെന്ന് പറഞ്ഞു. എന്നാണെന്ന് പഠിച്ചു ചൗരി ചൗര. ഫെബ്രുവരി 5, 1922. ചൗരി ചൗര എവിടെയാണെന്ന് പഠിച്ചു. ഉത്തർപ്രദേശിലാണെന്ന് പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ആയിട്ട് നമ്മൾ ജാലിയൻ വാലാബാഗ് മസാക്കർ പഠിച്ചു. അത് നടന്നത് 1919 ഏപ്രിൽ 13-നാണെന്ന് പഠിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13-നാണെന്ന് പഠിച്ചു. ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് റീസൺ ആയിട്ടുള്ളത് റൗലറ്റ് ആക്ട് ആണെന്ന് പഠിച്ചു. 1919-ലാണ് റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചത്. അപ്പൊ ചൗരി ചൗര ഇൻസിഡന്റ് കാരണമാണ് നമ്മൾ എന്താ നോൺ കോർപ്പറേഷൻ അജിറ്റേഷൻ ഗാന്ധിജി സ്റ്റോപ്പ് ചെയ്തെന്ന് പഠിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് കാൾഡ് ലയൺ ഓഫ് പഞ്ചാബ്? ലയൺ ഓഫ് പഞ്ചാബ്. അപ്പൊ ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ആരൊക്കെയുണ്ട്? ബാലഗംഗാധര തിലക്, തിലക് കൊടുത്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ, ഗോഖലെ കൊടുത്തിട്ടുണ്ട്. ഭാരതിയാർ കൊടുത്തിട്ടുണ്ട്. ലാലാ ലജ്പത് റായ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും അല്ലെ. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് കാൾഡ് ലയൺ ഓഫ് പഞ്ചാബ്? ലയൺ ഓഫ് പഞ്ചാബ് എന്ന് വിളിക്കുന്ന ആരാണ്? ലാലാ ലജ്പത് റായിനെയാണ് അല്ലെ. ലാലാ ലജ്പത് റായിനെയാണ് നമ്മള് ലയൺ ഓഫ് പഞ്ചാബ്, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നുണ്ട്. പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ലാലാ ലജ്പത് റായ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. പഞ്ചാബ് കേസരി. അങ്ങനെയാണെങ്കിൽ കേസരി മറാത്ത, രണ്ട് പത്രങ്ങൾ ആരുടെയാ? കേസരി മറാത്ത. കേസരി മറാത്ത ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കേസരി മറാത്ത പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആ പത്രങ്ങൾ ആരുടെയാണ്? കേസരിയും മറാത്തയും ആരുടെയാണെന്ന് നിങ്ങളുടെ ചോദിച്ചാൽ ആരുടെയാണെന്ന് പറയും? കേസരിയും മറാത്തയും ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണെന്ന് പറയും? ഓപ്ഷൻസിനകത്ത് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കേസരിയും മറാത്തയും ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെയാണ് കേട്ടോ. ബാലഗംഗാധര തിലകിന്റെയാണ് കേസരിയും മറാത്തയും. അതിനകത്ത് കേസരി മറാത്തി പത്രമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. കേസരി മറാത്തി പത്രമാണ്. മറാത്ത ഇംഗ്ലീഷ് പത്രവുമാണ് കേട്ടോ. കേസരി മറാത്തയും ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. അതിനകത്ത് കേസരി എന്ന് പറയുന്നത് മറാത്തി ഭാഷയിലുള്ള പത്രമാണ്. അതുപോലെ മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. അപ്പൊ ഇത്രയും ഓർത്തു വെച്ചേക്കാമോ? പഞ്ചാബ് കേസരി എന്നും പഞ്ചാബ് സിംഹം എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് ആണ്. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് 1927-ലാണ് അല്ലെ. 1927. അപ്പൊ സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മളെ ഇന്ത്യക്കാർ അതിൽ എന്താണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ മുഴുവനും എന്താണ് ബ്രിട്ടീഷുകാരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ പോലും ഇന്ത്യക്കാരില്ല. ഓൾ വൈറ്റ് മെൻസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ട് സൈമൺ കമ്മീഷനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുദ്രാവാക്യം വിളിക്കുന്നു, സമരം നടത്തുന്നു. അപ്പൊ അതിന് നേരെ പോലീസ് ലാത്തി ചാർജ് ഉണ്ടാവുന്നു. ആ സമയത്തെ പോലീസ് ലാത്തി ചാർജിലാണ് ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നത് കേട്ടോ. സൈമൺ കമ്മീഷന്റെ എതിരെയുള്ള സമരങ്ങളിലെ ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലാലാ ലജ്പത് റായ് എന്ന് ഓർത്തിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത് ആരാണ് ലയൺ ഓഫ് പഞ്ചാബ്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹത്തെ പഞ്ചാബ് കേസരി എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. പഞ്ചാബ് കേസരി എന്ന് വിളിക്കുന്ന ആരാന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ലാലാ ലജ്പത് റായ് ആണ്. അവിടെ നിന്ന് നമ്മൾ കേസരിയും മറാത്തയും പഠിച്ചു അല്ലെ. കേസരിയും മറാത്തയും ആരാണ് പബ്ലിഷ് ചെയ്തത്? ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ് ഏതെന്ന് പറയുന്നത്? കേസരിയും മറാത്തയും. അതിനകത്ത് കേസരി എന്ന് പറയുന്നത് മറാത്തി ഭാഷയിലുള്ള പത്രമാണ്. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? 1927 ഇന്ത്യയിലെത്തിയ രൂപീകരിച്ച് 28-ൽ ഇന്ത്യയിലെത്തിയ സൈമൺ കമ്മീഷന്റെ എതിരെയുള്ള സമരങ്ങളിൽ നടക്കുന്ന ലാത്തി ചാർജുമായിട്ട് റിലേറ്റ് ചെയ്ത് മരണപ്പെടുന്ന വ്യക്തിയാണ്, ലാത്തി ചാർജിൽ കൊല്ലപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലാലാ ലജ്പത് റായ് എന്നുകൂടി ഓർത്തു വെച്ചേക്കാനായിട്ട് പറഞ്ഞു. അപ്പം ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന ആരാണ്? ലാലാ ലജ്പത് റായ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. കേസരി മറാത്തയും ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. ഓക്കെ. അടുത്ത നമ്മൾ ഈ
പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ NTPCയുടെ ഓൺലൈൻ കോഴ്സ് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി റൺ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഓൺലൈൻ കോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ദിശ ലേണിംഗ് ആപ്പ് വഴി നമുക്ക് ഓൺലൈൻ കോഴ്സ് വഴി ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും മാത്സിന്റെയും നിങ്ങൾക്ക് വേണ്ട സ്റ്റാറ്റിക് GK എന്താണ് സയൻസ് വിഷയങ്ങൾ എല്ലാത്തിന്റെയും ക്ലാസ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ എന്താണ് കേട്ട് പഠിക്കാനായിട്ട് പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള നല്ല എലാബറേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ആപ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആപ്പ് വഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. NTPC ഓൺലൈൻ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിളിച്ചു ചോദിക്കാനായിട്ടുള്ള നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദിശ ലേണിംഗ് ആപ്പ് വഴി NTPC ഓൺലൈൻ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഇനാഗുറേറ്റഡ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ? അതായത് UGC ആരാണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്നതാണിത്. ഹു ഇനാഗുറേറ്റഡ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ? UGC ഇനാഗുറേറ്റ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉണ്ട്, BR അംബേദ്കർ ഉണ്ട്. ആരൊക്കെയാ? മൗലാന അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു, S രാധാകൃഷ്ണൻ, BR അംബേദ്കർ. അപ്പൊ ആൻസർ വരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് UGC അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ UGC ഇനാഗുറേറ്റ് ചെയ്യുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 1948 നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിക്കുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിക്കുന്നത് 1948 ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. എഡ്യൂക്കേഷൻ മേഖലയിലുള്ള റീഫോംസ് നടത്തുന്നതിന് വേണ്ടി. അപ്പൊ ഇത് മെയിൻ ആയിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള റീഫോർമേഷൻസ് ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷന്റെ സജഷൻ പ്രകാരം വരുന്നതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരുടെ സജഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷന്റെ സജഷൻ പ്രകാരമാണ് ഏത് വരുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വരുന്നത്. 1953 ഡിസംബർ 28 UGC നിലവിൽ വരുന്നത്. നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കമ്മീഷൻസിനെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുക. 3 കമ്മീഷൻ. അതിൽ ഒന്നാമത്തെയാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷൻ. 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മുതലിയാർ കമ്മീഷൻ ആണ്. മുതലിയാർ കമ്മീഷൻ 1952 1954 സമയത്തുള്ള കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. അടുത്തത് മൂന്നാമത്തെ വരുന്നതാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയും. കോത്താരി കമ്മീഷൻ 1964 66 സമയത്തുള്ള കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 1948 1953 സമയത്താണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെയുള്ള അവരുടെ പഠനങ്ങളുടെ ആ ഒരു കാലയളവാണ്. നിലവിൽ വന്നത് ചോദിച്ചാൽ ആ ഫസ്റ്റ് ഇയർ എടുക്കണം. 1948 ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ, 52 ആണ് മുതലിയാർ കമ്മീഷൻ, 64 ആണ് കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പൊ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനകത്ത് വരുന്നതാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ മൊത്തത്തിലുള്ള കോർഡിനേഷനും കാര്യങ്ങളും അവരുടെ സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ ആയിട്ട് നമുക്കൊരു കമ്മീഷൻ വേണം. അതിന് നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന പേര് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സജഷൻ വരുന്നു. അത് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. അത് പ്രകാരം നിലവിൽ വരുന്ന കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. 1953 ഡിസംബർ 28 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് UGC ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട്, ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് UGC നിലവിൽ വരുന്നതെന്ന്. ആൻസർ എന്താ? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് UGC നിലവിൽ വരുന്നത്. എന്നാണ് നിലവിൽ വന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1953 ഡിസംബർ 28 UGC നിലവിൽ വരുന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത നമ്മൾ 3 കമ്മീഷൻസിന്റെ പേര് പറഞ്ഞു. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വരുന്ന 3 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആണ്. ഒന്ന് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വരുന്നു. 2 മുതലിയാർ കമ്മീഷൻ 1952 വരുന്നു. 3 കോത്താരി കമ്മീഷൻ 1964 വരുന്നു. അപ്പൊ ഇത്രയും കമ്മീഷൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ വാസ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി
ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോംഡ് ബൈ സർ വില്യം ജോൺസ് അറ്റ് കൽക്കട്ട. വില്യം ജോൺസ് എന്നാണ് കൽക്കട്ടയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോം ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻ പഠിക്കാമല്ലോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോം ചെയ്തത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി എവിടെയാണ് ഫോം ചെയ്തത്? കൽക്കട്ടയിലാണ്. 2 ക്വസ്റ്റ്യൻ പഠിച്ചോ. വെൻ വാസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫോംഡ് ബൈ വില്യം ജോൺസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്നാണ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1793 ഉണ്ട്, 1784 ഉണ്ട്, 1854 ഉണ്ട്, 1782 ഉണ്ട്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1784 ആണ് കേട്ടോ. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അപ്പൊ അത് കൽക്കട്ടയിലാണ്. ഇതിന്റെ ഫുൾ പേര് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നാണ്. ഓക്കെ, അപ്പൊ അത് 1784 ജാനുവരി 15-നാണ് സർ വില്യം ജോൺസ് എന്ത് ചെയ്യുന്നത്, വില്യം ജോൺസ് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ലോയർ ആണ്. അപ്പൊ അതിനുവേണ്ടി ഓറിയന്റൽ സ്റ്റഡീസ് ഒക്കെ സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നാണ് അതിന്റെ ഫുൾ പേര്. 1784 ജാനുവരി 15-നാണ് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കൊണ്ടുവരുന്നത്. 1784 ആണെന്ന് ഓർത്തിരിക്കുക. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കൊണ്ടുവരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ പ്രസ്ഥാനങ്ങൾ ആരാണ് കൊണ്ടുവന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബ്രഹ്മോ സമാജം കൊണ്ടുവന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ കുറെ നമ്മൾ പഠിച്ചല്ലോ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ഒത്തിരി ഓർമ്മയുണ്ടോ? ശുദ്ധി പ്രസ്ഥാനം ആരുടെയായിരുന്നു? ശുദ്ധി പ്രസ്ഥാനം ആരുടെയായിരുന്നു? ശുദ്ധി പ്രസ്ഥാനം നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറെ പഠിച്ചില്ലേ. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ആരാണ്? വില്യം ജോൺസ് ആണ് ഫോം ചെയ്യുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. കൂടുതലും അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ ഇത് ഹിന്ദു റിലീജിയനുമായിട്ട് അസോസിയേറ്റഡ് സ്റ്റഡീസ് ആണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കേട്ടോ. വില്യം ജോൺസ്, കൽക്കട്ട, 1784 ജാനുവരി 15. അപ്പൊ അതോട്ട് റിലേറ്റ് ചെയ്ത് ഇത് ആ ഒരു പോർഷനിൽ വരുന്നതാണ് കേട്ടോ. റിനൈസൻസിന്റെ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയേ, ഹു വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്? ഓപ്ഷനിൽ അബ്ദുൽ കലാം ആസാദ്, റാഫി അഹമ്മദ് കിഡ്വായ്, ബദറുദ്ദീൻ തയ്യാബ്ജി, ഹക്കീം അജ്മൽ ഖാൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതിനകത്ത് ആൻസർ ഏതാ വരുന്നത്? ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാണ് വരുന്നത്? ആൻസർ വരുന്നത് ബദറുദ്ദീൻ തിയാബ്ജി ആണ് അല്ലെ. ബദറുദ്ദീൻ തിയാബ്ജി ആണ്. നമുക്കറിയാം INC സെക്ഷൻസിന്റെ ഇയർ, ആരാണ് പ്രസിഡന്റ്, എവിടെയാണ് നടന്നത്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. INC സെക്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ INC സെക്ഷൻസുമായിട്ട് 1885 അല്ലെ ഫസ്റ്റ് INC സെക്ഷൻ വരുന്നത്. WC ബാനർജി ആണ് വരുന്നത്. 1886 ആരാണ്? 1886 ദാദാഭായ് നവറോജി ആണ് വരുന്നത്. ദാദാഭായ് നവറോജി കൽക്കട്ട സെക്ഷൻ ആണ്. ദാദാഭായ് നവറോജി. 1887 ബദറുദ്ദീൻ തിയാബ്ജി വരുന്നത്. 1887 വരുന്നത്. മദ്രാസ് സെക്ഷൻ ആണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സെക്ഷൻ കൂടിയാണ് മദ്രാസ് സെക്ഷൻ. ഇത്രയും ഇപ്പൊ ഓർത്ത് വെച്ചേക്കാം. 1885 WC ബാനർജി, 1886 കൽക്കട്ടയാണ്. ദാദാഭായ് നവറോജി ആണ് വരുന്നത്. 87 ബദറുദ്ദീൻ തിയാബ്ജി. അദ്ദേഹമാണ് ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സെക്കൻഡ് മുസ്ലിം പ്രസിഡന്റ് ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ് കേട്ടോ. സെക്കൻഡ് മുസ്ലിം പ്രസിഡന്റ് വരുന്നത് റഹ്മത്തുള്ള സയാനിയാണ്. അദ്ദേഹം 1896 കൽക്കട്ട സെക്ഷൻ ആണ് കേട്ടോ. റഹ്മത്തുള്ള സയാനി. അപ്പോഴാണ് നമ്മൾ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഫസ്റ്റ് ആലപിക്കുന്നത് റഹ്മത്തുള്ള സയാനിയുടെ INC സെക്ഷനിലാണ്. അപ്പൊ 1885 WC ബാനർജി, അത് കൽക്കട്ട ബോംബെ ആണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. ബോംബെ സെക്ഷൻ ആണ്. സെക്കൻഡ് കൽക്കട്ട സെക്ഷൻ നമ്മുടെ ദാദാഭായ് നവറോജി. തേർഡ് വരുന്നതാണ് ബദറുദ്ദീൻ തിയാബ്ജി. അതാണ് സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സെക്ഷൻ. ഏതാണ്? മദ്രാസ് സെക്ഷനിലാണ് ബദറുദ്ദീൻ തിയാബ്ജി INC പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് മുസ്ലിം എന്ന് പറയുന്നത് ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ്. 1896 കൽക്കട്ട സെക്ഷൻ. ആ സെക്ഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത്.
അപ്പോ മിന്റോ മോർലി റീഫോംസ് എന്നാണ് വന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മിന്റോ മോർലി റീഫോംസ് എന്നാണ് വന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറച്ച് റീഫോംസ് ഉണ്ട്. മിന്റോ മോർലി, മൊണ്ടേഗു, ജെംസ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടും തന്നെ പഠിക്കും. അതിനകത്ത് മിന്റോ മോർലി എന്നാണ് വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 1903, 1909, 1912, 1939 ഇത്രയാണ് ഓപ്ഷൻസിലുള്ളത്. ആൻസർ വരുന്നത് 1909 അല്ലെ. അപ്പൊ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് 1909 വരുന്ന മിന്റോ മോർലി റീഫോംസിന്റെ പ്രധാന പേര്, യഥാർത്ഥ പേര്. റീഫോംസിന് വിളിക്കുന്ന പേര് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് അല്ലെ. 1909 വരുന്നത്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകൾ കൊണ്ടുവരുന്ന എന്താണ് റീഫോംസ് ആണ് ഏതെന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മിന്റോ മോർലി റീഫോംസ് വഴിയാണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകൾ വരുന്നത്. അപ്പൊ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്, ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്ന ആരെയാണ്? മിന്റോനെയാണ്. ലോർഡ് മിന്റോനെയാണ് നമ്മള് ഫാദർ ഓഫ് ലോർഡ് മിന്റോനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് വിളിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എക്സ്ട്രാ ഒന്നും ഇപ്പൊ പഠിക്കുന്നില്ല. 1909 മിന്റോ മോർലി റീഫോംസ് വരുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകൾ കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ഒരു റീഫോം ആണ്. ഇനി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകൾ കൊണ്ടുവരാൻ കാരണമായ റീഫോം ആണ്. അപ്പൊ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ വിളിച്ചത് ലോർഡ് മിന്റോനെയാണ്. അത്രയും പോയിന്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാലോ. അപ്പൊ ആ ഒരു 3 പോയിന്റ് ഓർത്ത് വെക്കണേ. മിന്റോ മോർലി റീഫോംസ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് വിളിക്കുന്നു. കമ്മ്യൂണൽ ഇലക്ട്രേറ്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാരണമായ റീഫോം ആണ്. ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോർഡ് മിന്റോ ആണ്. ഗദ്ദാർ പാർട്ടി എന്നാണ് ഫൗണ്ട് ചെയ്തതെന്നാണ് ഓൾറെഡി ഞാൻ ആൻസർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗദ്ദാർ പാർട്ടി ഫൗണ്ട് ചെയ്തത് 1913 സാൻ ഫ്രാൻസിസ്കോയിലാണ്, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി ഫോം ചെയ്യുന്നത് കേട്ടോ. ഗദ്ദാർ പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ സ്ഥാപക നേതാവിന്റെ പേര് ലാലാ ഹർദയാൽ എന്നാണ്. ലാലാ ഹർദയാൽ എന്നാണ് എന്താണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്. ലാലാ ഹർദയാൽ ആണ് കേട്ടോ. അതുകൂടി ഓർത്തു വെച്ചേക്കുക. ഗദ്ദാർ പാർട്ടി എന്നാണ് ഫോം ചെയ്തത്? 1913 സാൻ ഫ്രാൻസിസ്കോ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഫോം ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഗദ്ദാർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ലാലാ ഹർദയാൽ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ലാലാ ഹർദയാൽ 1913 സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇത് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിട്ട് ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസും ഇതിന് റിലേറ്റഡ് ഫാക്റ്റുമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം കുറെ പോയിന്റ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു സെക്ഷൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി അതിന്റെ ആൻസേഴ്സും എഴുതി പഠിക്കുക. അതുപോലെ റിലേറ്റഡ് ഫാക്ട് നിങ്ങൾ എഴുതി പഠിക്കുക. നിങ്ങൾക്ക് അതിന്റെ കൂടെ എക്സ്ട്രാ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ആഡ് ചെയ്തും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.